ഹലോ എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCET എക്സാമിനേഷൻ, കർണാടക കോമൺ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ KCET എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCET എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസ്, എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനുള്ള നമ്മുടെ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്സാമിനേഷൻ KCET നമുക്കറിയാം, കർണാടകയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് KCET എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് കർണാടകയിലെ കുട്ടികളാണ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിലും BSc നഴ്സിംഗിന് കർണാടകയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലേക്ക് നമുക്കും മലയാളീസിനും അല്ലെങ്കിൽ നോൺ കർണാടക സ്റ്റുഡൻസിനും ഈ ഒരു KCET എന്ന് പറയുന്ന എക്സാമിനേഷന് എഴുതാവുന്നതാണ്. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലൊക്കെ എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും. 16, 17 തീയതികളിലാണ് നമുക്ക് എക്സാമിനേഷൻ നടക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ BSc നഴ്സിംഗ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം എഴുതിയാൽ മതി. ഓരോന്നിനും നമുക്ക് 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 80 മിനിറ്റ്സ് ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കീമ, നീറ്റ് പോലുള്ള എക്സാമിനേഷൻ ഒക്കെ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഈ ഒരു KCET എക്സാമിനേഷന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ലാസ്റ്റ് 1 വീക്ക് ടൈമിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്സിന് നമുക്ക് കൂടുതൽ സ്പെസിഫിക് ആയി ടൈം കൊടുക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. നമുക്ക് നോക്കാം, നമ്മൾ സാധാരണ നീറ്റ് എക്സാമിനേഷനൊക്കെ +1ഉം +2ഉം ഒരേ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ KCET എക്സാമിനേഷൻ അങ്ങനെയല്ല. KCET എക്സാമിനേഷന് +2ലെ ക്വസ്റ്റ്യൻസിനാണ്, അല്ലെങ്കിൽ +2 സിലബസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. +2വിൽ നിന്ന് 70% ക്വസ്റ്റ്യൻസ് വരും, +1ൽ നിന്ന് 30% ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ദെൻ സിലബസ് എന്ന് പറയുമ്പോൾ NCERT സിലബസ് തന്നെയാണ് കർണാടകയിലും ഉള്ളത്. ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ NCERT തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് ചില ടോപ്പിക്സ് കട്ട് ചെയ്ത ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ആണെങ്കിലും ചില ടോപ്പിക്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടോപ്പിക്സ് തന്നെയാണ് കർണാടകയിലും വരുന്നത്. അപ്പൊ ഞാൻ എന്താണെങ്കിലും ആ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ് ഫെസിലിറ്റീസ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എറണാകുളത്തുനിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും ബസ് ഫെസിലിറ്റീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സീറ്റുകൾ മാത്രം ബാക്കിയുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതേപോലെ തന്നെ KCET എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് മൈസൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ സെന്ററുകളിൽ അക്കോമഡേഷൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ കോളേജ് വിസിറ്റിങ്ങോ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ഹെൽപ്പും നമ്മളുടെ മൈസൂർ, ബാംഗ്ലൂർ ഓഫീസുകളിൽ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ KCET എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ബോക്സ് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും കൂടെ നോക്കുക. ഓക്കെ, ഗുഡ് ബൈ.